Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, നമ്മൾ നിർത്തിയത് എവിടെ വരെയായിരുന്നു? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെനിഫിറ്റ് അല്ലെ? ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ പേഷ്യൻസിനും ഉണ്ടാകുന്ന ബെനിഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? 1 പോയിന്റ് നമ്മൾ പറഞ്ഞു, പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അല്ലേ? ഓർമ്മയില്ലാർക്കും? ഓക്കെ, വായിച്ചു വെക്കണം കേട്ടോ. ഓരോ കാര്യങ്ങളും അന്നാന്ന് എടുക്കുന്നത് ഭാഗങ്ങൾ അന്നാന്ന് തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊണ്ട് ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ഉണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ ഓക്കെ ക്രിയേറ്റീവ് വേയിൽ കഴിഞ്ഞിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ? ലോയൽറ്റി പറഞ്ഞില്ലേ? ക്രിയേറ്റീവ് വേ എടുത്ത് അല്ലെ? അത്ര വരെയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണല്ലേ? ഓക്കെ, പല പല ക്ലാസ്സിൽ കയറുന്നത് കൊണ്ടേ ആർക്കൊക്കെയാണ് ഡൗട്ട് വന്നു. ചിലവര് പറഞ്ഞു അവിടെ വരെയാണ് എടുത്തതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ടോംസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോ 8 ക്രിയേറ്റീവ് വേ അല്ലെ? വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള 8 ക്രിയേറ്റീവ് വേ ആണ് നമ്മൾ അവിടെ കണ്ടത് അല്ലെ? ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് എന്താ റീക്യാപ്പ് ചെയ്യാട്ടോ. ഓക്കെ, ഫസ്റ്റ് എന്താണ്? എൻഷുർ ടൈമിലി ഫോളോ അപ്പ്. എന്താണ്? സമയബന്ധിതമായിട്ട് പേഷ്യൻസിന് ഫോളോ അപ്പുകൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ? പിന്നെ എന്താണ്? ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യന്റ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യൻസ് വരുമ്പോ എന്താണ് അവിടെ കൊടുക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ, പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ ഈ പേഷ്യൻസ് തമ്മിലൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, എന്തൊക്കെ നീഡ്സ് ഉണ്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കെയർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, കോൺഫിഡൻസ്, ഒരു മോട്ടിവേഷൻ, ഇതൊക്കെ പേഷ്യൻസിന് കിട്ടുന്നതായിട്ട് വേണ്ടതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ്? മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. എന്താണ്? ഒരു ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുതാര്യമായിട്ടുള്ള അല്ലെ, സുതാര്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ നമ്മളെ പരിശോധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ കണ്ടുകൊണ്ട് ഇന്നതാണ് അസുഖം, അതുപോലെ തന്നെ ഇന്ന മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും, ഇന്ന ട്രീറ്റ്മെന്റുകൾ നടത്തേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ ഇത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കുറെ കാര്യങ്ങളും ചിലപ്പോ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ നമുക്ക് മനസ്സിലാവണമെന്നില്ല, പേഷ്യൻസിനൊക്കെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അവർക്കൊരു ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചില ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല, പിന്നെ പുറത്തിറങ്ങുമ്പോഴായിരിക്കും ചോദിക്കുന്നത് അയ്യോ ഡോക്ടർ എന്നിട്ട് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. എത്ര ദിവസം നമ്മൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും, എത്ര ദിവസം നമ്മൾ ഇന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും, എങ്ങനെയുള്ള ഡയറ്റ് പ്ലാനുകളാണ് കീപ്പ് ചെയ്യേണ്ടത്, എക്സസൈസുകൾ എടുക്കേണ്ടതായിട്ട് വരുമോ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെന്താ, പ്രയോറിറ്റൈസ് ഷോർട്ടർ വെയിറ്റ് ടൈംസ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനായിട്ട്. അവരെ കൂടുതൽ നേരം ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്ത രോഗികളൊക്കെ വരികയാണെങ്കിൽ അവരെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് വളരെ അവർക്ക് തന്നെ മുഷിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കാം. ഇപ്പോ ഡോക്ടറെ കാണുന്ന രീതിയിലായാലും അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങിക്കുന്ന ആ സാഹചര്യമായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ബില്ലടയ്ക്കുന്ന കാര്യങ്ങളായാലും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളായാലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നേരം ചില സ്ഥലങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്യാനായിട്ടായാലും ഡോക്ടറെ കാണാനായിട്ടായാലും അതുപോലെ തന്നെ ബില്ലടയ്ക്കാൻ മരുന്ന് വാങ്ങിക്കാൻ കുറെ നേരം ഇങ്ങനെ ടോക്കൺ എടുത്തൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യിക്കും. ഇപ്പൊ ഫാർമസിയിലൊക്കെ കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മരുന്നെടുത്ത് കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ ബില്ലടയ്ക്കുന്ന കൗണ്ടേഴ്സിലൊക്കെ കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഇപ്പോ ഓരോ സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പല പ്രോബ്ലംസ് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താ, സ്ട്രൈവ് ടു ഇംപ്ലിമെന്റ് പ്രൊസീജിയർ ടു എഡ്യൂക്കേറ്റ് പേഷ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. പിന്നെ എന്താണ് പറയുന്നത്, ഈ എന്താ ഇവിടെ പറയുന്നത്, ചികിത്സാ പദ്ധതികളെ കുറിച്ച് രോഗികളെ പഠിപ്പിക്കാനായിട്ടുള്ള നടപ്പിലാക്കാൻ ശ്രമിക്കുക, നടപടിക്രമങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പോ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവർക്കൊരു മനോധൈര്യം കൊടുക്കുക, അല്ലെ ഒരു കോൺഫിഡൻസ് കൊടുക്കുക. ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പേഷ്യൻസിനൊക്കെ നമുക്ക് പേടി ഉണ്ടാവും, അതുപോലെ തന്നെ അസുഖം മാറോ അല്ലെങ്കിൽ ഞാനിപ്പോ മരിക്കും, അങ്ങനെയുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ എന്താണ്, ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്, കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു ധൈര്യം ഡോക്ടേഴ്സ് ആയാലും അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളായാലും പേഷ്യൻസിന് കൊടുക്കുന്നതിലൂടെ അവർക്ക് കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. അതിനെ തരണം ചെയ്ത് ആ രോഗത്തെ നമുക്ക് തരണം ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ, മോട്ടിവേഷൻ ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുവഴി എന്താണ്, നല്ല രീതിയിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ എന്താണ്, യൂട്ടിലൈസ് ദ ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ് ടു അനലൈസ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. അറിയാലോ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഫീഡ്ബാക്കുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ മെച്ചപ്പെടുത്താനായിട്ടുണ്ട്, എവിടെയൊക്കെ എന്തെങ്കിലും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടോ, ഫെസിലിറ്റീസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫീൽ ചെയ്തോ, അപ്പൊ അതൊക്കെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുവഴി ചേഞ്ചസുകൾ വരുത്തേണ്ട സ്ഥലങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ചേഞ്ചസ് വരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഫോർ ഗ്രേറ്റർ ഫെസിലിറ്റി എഫിഷ്യൻസീസ്. അവിടെ പറയുന്നത് ഈ എക്യുപ്മെന്റ്സുകൾ അതുപോലെ തന്നെ മെഷീൻസുകൾ, ഈ ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻസ് ആവാം, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ആവാം, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓരോരോ സൗകര്യങ്ങൾ അല്ല, ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളാണ്, അത് കറക്റ്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് രോഗികൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിപ്പയർസ് ആക്കേണ്ടതുണ്ട്, അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ മെഷീൻസിനോ എക്യുപ്മെന്റ്സിനോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്പൊ തന്നെ അത് അറ്റകുറ്റപ്പണികൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. To improve the facility environment and culture. അവിടെ ഒരു കോമന്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഫെസിലിറ്റി, രോഗികൾക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക, ഒരു ബെറ്റർ എൻവയോൺമെന്റ്, ക്ലീൻ എൻവയോൺമെന്റ് അല്ലെ, നല്ല രീതിയിലുള്ള ക്ലീൻ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ കൾച്ചർ, അവരുടെ
സംസ്കാരത്തോടു കൂടിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഏജ് ക്രിയേറ്റീവ് വേയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോന്നുള്ളൂ. ഇനി ഓരോരോ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പ് റാപ്പോർട്ട്. ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധം വികസിപ്പിക്കുക. ഓക്കെ, fear often gets in the way of a patient's ability to retain important critical information, which includes self-care instructions. Practitioners who spend a few minutes engaging with the patients before starting their clinical treatment help set up a sense of trust with their patients. By reducing their patients' fear early on, these healthcare professionals make sure that their patients are strengthened with the information by required to take charge of their own health. ഇവിടെ പറയുന്നത് പേഷ്യൻസും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സും തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്? സ്വയം പരിചരണ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചികിത്സാ വിവരങ്ങൾ നിലനിർത്താനായിട്ട് പേഷ്യൻസിന് ഭയമുണ്ടാകുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി ഹോസ്പിറ്റലിൽ. അപ്പൊ പല മരുന്നുകളും അതുപോലെ തന്നെ ചിലപ്പോ നമുക്കറിയാം ഒരു രോഗത്തിനായിരിക്കാം പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയത്. അവര് പല മരുന്നുകളും ഇൻജെക്ട് ചെയ്യുന്നതിലൂടെ സോഡിയം ചിലപ്പോ കുറയാം, അതുപോലെ തന്നെ ഇപ്പോ പ്രഷർ കൂടാം, അതുപോലെ തന്നെ ഇപ്പോ ഷുഗർ ലെവൽ ചിലപ്പോ കൂടാം, അങ്ങനെ കുറഞ്ഞും കൂടി പൊട്ടാസ്യം കുറയാം, അല്ലെ? പല മരുന്നുകളും ഇൻജെക്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബോഡിയിലേക്ക് എത്തുന്നതിലൂടെ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറയാം. നമുക്കറിയാം പ്രായമായവർക്ക് എന്താണ്, ഒരസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങളായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്, അല്ലെ? ചിലപ്പോ ഇവിടെ നിന്ന് പോകുമ്പോ അത്ര വലിയ മരുന്നുകളൊന്നും കഴിക്കുന്നുണ്ടാവില്ല. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്താണ്, പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല രോഗങ്ങൾക്കും ഒരു കെട്ട് മരുന്നായിട്ടാണ് അവർ തിരിച്ചു വരാറ്. ഈ എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ. എന്റെ മദറിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ആളില്ല, മരിച്ചു പോയി. അപ്പോ 2 മാസം മുന്നേ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നീട് ഹാർട്ടിന് പ്രോബ്ലം ആയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ അപ്പൊ ഫുൾ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലോക്കിനുള്ള മരുന്ന് കൊടുത്തു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. 5 ദിവസം അഡ്മിറ്റ് ആയ ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നു 2 ദിവസം കഴിഞ്ഞപ്പോ ആൾക്ക് സ്ട്രോക്ക് വന്നു. കാരണം എന്താണ്? പ്രായമായതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ടൈമില് നമ്മള് പല മരുന്നുകളും ഹാർട്ടിന്റേതായിട്ടുള്ള മരുന്നുകളൊക്കെ ഇൻജെക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരാം, അല്ലെ? അപ്പൊ എന്താണ്, സ്ട്രോക്ക് വരാം, ബ്ലഡ് ക്ലോട്ട് ആവാം, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ കിഡ്നി കംപ്ലൈന്റ് വന്നു, സോഡിയം കുറയും ഇടയ്ക്ക്, അതുപോലെ തന്നെ ഷുഗർ ചിലപ്പോ കുറയും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, പൊട്ടാസ്യം കുറഞ്ഞു, അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു ആൾക്ക്. പിന്നീട് ആൾക്ക് കിഡ്നി ഒന്നും വർക്ക് ചെയ്യാതെ ഓർഗൻസ് ഒക്കെ പിന്നെ വെന്റിലേറ്ററിൽ കയറ്റി ആള് മരിച്ചു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ ഈ പേഷ്യൻസിന് നമ്മളിപ്പോ ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താണ്, പല മരുന്നുകൾക്കും അല്ലെങ്കിൽ പല രോഗങ്ങൾക്കും അത് കാരണമാവാം, ഇല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള പല പ്രായമായവർക്കൊക്കെ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ എന്താണ്, ചിലർക്കും എക്സ്പീരിയൻസുകൾ ആളുകൾ ഉണ്ടാവാം, അല്ലെ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അതിനുശേഷം എന്താണ്, ചിലപ്പോ പല അസുഖങ്ങളായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് ഇത്രയും ചിലപ്പോ കാലത്ത് കഴിക്കാനായിട്ട് 11 തരം മരുന്ന് ഉണ്ടാവാറുണ്ട്. ഉച്ചയ്ക്ക് ചിലപ്പോ 5 or 6, പിന്നെ രാത്രിയും 10 തരം മരുന്നൊക്കെയാണ് ആൾക്ക് കഴിക്കാനുള്ളത്. അപ്പൊ ആള് പറയാറുണ്ട്, ഇത് കഴിച്ച് ഇതിന് വയറ് പറയും, പിന്നെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ് പറയാറ്. ശരിയാണ്, നമുക്കും വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടു നിൽക്കുന്നവർക്കും ഇത് കൊടുക്കണം, കഴിപ്പിക്കണം, കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര മടിയാണ് കഴിക്കാനൊക്കെ. പ്രായമായൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് കഴിക്കാനായിട്ടൊക്കെ. അപ്പോ അങ്ങനെയുള്ളൊരവസ്ഥ. അപ്പോ എന്താണ്, ഇപ്പോ എന്താണ്, ഈ
ഷുഗർ വന്നല്ലോ. ഷുഗർ വന്ന ആ ടൈമില് ചിലപ്പോ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ എന്താണ് ഷുഗർ ഇൻസുലിൻ എടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോ എന്താണ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഷുഗർ ലെവൽ ചിലപ്പോൾ കൂടാം കുറയാം. അപ്പോ കൂടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ട ഒരു ആവശ്യം വരും. വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, ഷുഗർ കൂടിയോ കുറഞ്ഞോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസുലിൻ എടുക്കേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ ഇൻസുലിൻ എടുക്കുമ്പോ എന്താണ്, വീട്ടില് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്, നമുക്കൊന്നും അറിയേണ്ടതായിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് എടുക്കുന്നത്, എത്ര ഡോസിലാണ് കുത്തേണ്ടത്, എങ്ങനെയാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, വീട്ടിലേക്ക് വിടുന്നതിന് മുൻപ് തന്നെ രോഗിയോട് പറയും ഇത്ര ഡോസിലാണ്, ഇങ്ങനെയാണ് കുത്തേണ്ടത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്, രോഗികൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും രോഗികളുടെ കൂടെ ഇരുന്ന് ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ കിട്ടും അല്ലെ. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇവര് പറയുന്നത് പോലെ ചെയ്താൽ മതി അല്ലെ, കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ്, അവർക്കൊരു കോൺഫിഡൻസ് കൂടുകയും അവർക്കത് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഗുഡ് റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ബന്ധം വികസിപ്പിക്കുക. രോഗികളുടെ കൂടെ ഇരുന്നു കൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് വീട്ടിൽ വരുമ്പോൾ എങ്ങനെയുള്ള മരുന്നുകളും അതുപോലെ തന്നെ ഇഞ്ചക്ഷനുകളും ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഡോക്ടേഴ്സും രോഗികളും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട്, ഡോക്ടേഴ്സും നഴ്സുമാരും അല്ലെങ്കിൽ രോഗികളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മേക്ക് ഇറ്റ് പേഴ്സണൽ. നോക്കാം. Healthcare professionals who try to keep eye contact with their patients rather than vaguely looking at computer screens and chart display their dedications to the patients. Some practitioners may select to have a medical scribe in the room for this very reasons, which allows them to listen with their eyes while the scribe take notes. Saying the patient's name also help individualize and personalize the patient's experience, like it is as questions like what matters to you. അപ്പൊ എന്താണ് മേക്ക് ഇറ്റ് പേഴ്സണൽ, വ്യക്തിഗതമാക്കുക അല്ലെ. മേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ പേഷ്യൻസിനെ ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടറെ കാണാൻ വരുമ്പോ ഡോക്ടർ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണ്. പല പേഷ്യൻസും നമുക്കറിയാം, എന്താണ് നമ്മളായാലും പേഷ്യൻസ് ആണ്. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോ നമ്മൾ എന്താണ് ഡോക്ടേഴ്സ് ചോദിക്കും, എന്താണ് അസുഖം അല്ലെ, ഇരിക്കും, എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് രോഗലക്ഷണങ്ങൾ എന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയും എന്താണ്, എനിക്ക് പനിയാണ്. അപ്പൊ ഡോക്ടർ പറയും എത്ര ദിവസമായി തുടങ്ങിയിട്ട് അല്ലെ, എന്തൊക്കെയാണ് ആദ്യമായിട്ട് വന്ന ലക്ഷണങ്ങൾ, ഇതൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. പക്ഷെ ഈ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ സ്ക്രീനിൽ മാത്രം ഇങ്ങനെ നോക്കിയിരുന്നുകൊണ്ട് നമ്മളപ്പോ എന്താണ് ചെന്നിരുന്ന് അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എനിക്ക് ഇന്ന അസുഖമാണ്, രണ്ടാഴ്ച തുടങ്ങിയിട്ട്. പക്ഷെ നമ്മളെ ഒരു കോണ്ടാക്ട് ഇല്ല, ഐ കോണ്ടാക്ട് ഡോക്ടർ നടത്തുന്നില്ല എങ്കിൽ എന്താണ്, നമുക്കത് നമ്മുടെ ലക്ഷണങ്ങൾ പറയാനായിട്ടോ അല്ലെങ്കിൽ ആ ഡോക്ടറെ വീണ്ടും വന്ന് കാണാനായിട്ടോ നമുക്കൊരു എന്താ പറയാ, നമുക്ക് ഒരു ഇതുണ്ടാവില്ല അല്ലെ. എന്താണ്, നമ്മുടെ കാര്യങ്ങൾ ഡോക്ടർ നോക്കുന്നില്ല അല്ലെങ്കിൽ ഡോക്ടറുടേതായിട്ടുള്ള ലോകത്ത് അല്ലെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചില ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മള് എന്താ രോഗങ്ങൾ പറയുമ്പോ തന്നെ അവരെന്താണ് പ്രിസ്ക്രിപ്ഷൻ എഴുതി തുടങ്ങും. പരിശോധനയോ അല്ലെങ്കിൽ നമ്മളോട് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കലോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയും പല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ്, അങ്ങനെയൊന്നും പാടില്ല. രോഗികൾ വരുമ്പോ രോഗികളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എത്ര നാളായി തുടങ്ങിയിട്ട്, ഇത് മുമ്പ് ഉണ്ടായിരുന്നോ അല്ലെ. ഇപ്പൊ കാലുവേദന നടുവേദന ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര നാളായി തുടങ്ങിയിട്ട്, മുൻപ് എങ്ങനെയായിരുന്നു, മുൻപുണ്ടായിരുന്നോ,
ഇപ്പൊ എങ്ങനെയായിരുന്നു വേദന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ചില ഡോക്ടേഴ്സ് ഉണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ചിലപ്പോ വീട്ടിലുള്ളവരെയും വീട്ടിൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ചിലവർ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇല്ലേ, അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പൊ എന്താണ്, വരുന്ന പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ. ഡോക്ടർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ഡോക്ടേഴ്സിന് ഇല്ലേ. കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് കിട്ടും രോഗികൾക്ക്. അതുപോലെ തന്നെയാണ് ചില ഡോക്ടേഴ്സിനെ കൂടി, ചില സീനിയർ ഡോക്ടേഴ്സിനെ കൂടി ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും, ഈ മെഡിക്കൽ സ്ക്രൈബ്സ്. അപ്പോ എനിക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്റെ മമ്മിക്ക് ഈ മുട്ട് തേയ്മാനം ഉണ്ടായിരുന്നു. അപ്പൊ ആള് കാണിക്കുന്നത് ആയുർവേദ ഡോക്ടറെയാണ്. അപ്പൊ ഒരു ദിവസം ആളെ കാണാൻ പോയപ്പോ, ഡോക്ടറെ കാണാൻ പോയപ്പോ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ പഠിച്ചിറങ്ങിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസിന് വരുന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോ മെയിൻ ഡോക്ടർ എന്ത് ചെയ്ത് പരിശോധിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും, ഇവര് എഴുതി തുടങ്ങും അല്ലെ. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ലക്ഷണങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി തുടങ്ങും. എഴുതിയിട്ട് ഈ ഡോക്ടർ നമ്മളോട് സംസാരിച്ച് പേഷ്യൻസിനോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ ഡോക്ടർ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചിലപ്പോ ഈ ജൂനിയർ ഡോക്ടർ പറയും ഇന്ന മരുന്ന് നമുക്ക് കൊടുത്താലോ എന്ന് സീനിയർ ഡോക്ടറോട് പറയും. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് മരുന്നുകൾ ചെയ്യാറ്. അങ്ങനെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ മെഡിക്കൽ സ്ക്രൈബും ഇരുന്ന് കൊണ്ട് അല്ലെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് രോഗികൾക്ക് പല ഡോക്ടേഴ്സുമാരും എന്ത് ചെയ്യുന്നത്, മരുന്നുകൾ നൽകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താണ്, നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അല്ലെ. നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അതുപോലെ തന്നെ മെഡിക്കൽ സ്ക്രൈബ് ഈ ജൂനിയർ ഡോക്ടേഴ്സുമാര് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, രോഗിക്ക് എങ്ങനെയാണ് ലക്ഷണങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ രോഗം എങ്ങനെയാണ് വന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെയിൻ ഡോക്ടറുമായിട്ട് കൂടി ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ മരുന്ന് കൊടുക്കാറ്. അപ്പൊ അങ്ങനെയും ഇല്ലേ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? കാണാറില്ലേ ജൂനിയർ ഡോക്ടേഴ്സും സീനിയർ ഡോക്ടേഴ്സും ഒക്കെ വന്നിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്? ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, അപ്പോ ഇപ്പോ നമ്മളോട് ഇപ്പോ നമ്മളുടെ പേര് വിളിച്ച്, ഇപ്പൊ അറിയാവുന്ന ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോ എന്താ പേര് വിളിച്ച് നമ്മളോട് സംസാരിക്കുമ്പോ ഒക്കെ നമുക്കൊരു എന്താ പറയാ, ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അല്ലെ. ഡോക്ടർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട് എന്നൊക്കെ നമുക്കൊരു അല്ലെ ഇൻഡിവിജ്വലൈസ് അല്ലെങ്കിൽ പേഴ്സണലൈസിലോട്ട് മാറുന്നുണ്ട് അല്ലെ നമ്മുടെ പേര് വിളിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മളോട് ഐ കോണ്ടാക്റ്റിലൂടെ സംസാരിക്കണം അല്ലെ. ഇപ്പൊ രോഗി വന്നിരുന്നു, എനിക്ക് എന്റെ കാര്യം അല്ലെങ്കിൽ എന്താണ് എന്റെ ഡ്യൂട്ടി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് രോഗി ഇപ്പൊ പനിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതി പനിയുടെ മരുന്ന് തരാം, അങ്ങനെ ഒരു രീതിയിലാകരുത്. ഡോക്ടർ എങ്ങനെയാണെന്നാവണം, സർവീസ് കൊടുക്കുന്നതാണല്ലേ രോഗികൾക്ക്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് കൂട്ടി കൊടുക്കുക, അതുപോലെ തന്നെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ പേര് ചൊല്ലി, നമുക്ക് അറിയാവുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പേര് ചൊല്ലി വിളിക്കുകയാണെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. എനിക്ക് എന്റെ ഡോക്ടർ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവർ മാറും. ഓക്കെ, അതാണ് മേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. Receiving a new diagnosis or an update to an existing one can be fearsome. Use of non-medical language and teach-back method helps improve communication and increase a patient's grasping of their health condition, providing patients with written documentation that they can take home with them is also of important and will help further lessons feelings of confusion and unease. Generate a positive patient experience by teaching the patients about their health and how they mature it.
helping a patient understand how their body works and by making certain choices and can enhance and direct detract from their health, gives them informed agencies over their bodies. They feel like the hospital is their partner in help instead of another person telling them what they should be doing differently. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെ, രോഗിയെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് രോഗികൾ വരുമ്പോ അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഒരു ടെസ്റ്റ് റിസൾട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ MRIയോ അല്ലെങ്കിൽ ഇപ്പോ CT സ്കാനോ എക്സ്റേ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ചിലവർക്ക് ഇപ്പോ ഡോക്ടേഴ്സ് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര ഈ മരുന്ന് കഴിക്കൂ, 2 ആഴ്ച കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് ഇല്ലേ. അങ്ങനെ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ മരുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ എന്താണ് ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയും രോഗം ഇതാണ്, അപ്പോ നമുക്ക് മരുന്ന് മാറ്റിയില്ല, ഇത്ര നാള് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരു രോഗിക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, എന്താണ് അവന്റെ അസുഖം എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ന്യൂ ഡയഗ്നോസിസ് നടത്തി അവര് അതിന്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ രോഗികൾക്ക് എന്താണ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മള് ഓരോ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇപ്പോ മെഡിക്കൽ സ്റ്റാഫുകൾ തമ്മിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ നഴ്സുമാരോ മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾ തമ്മിലൊക്കെ സംസാരിക്കുമ്പോ എന്താ ഈ മെഡിക്കൽ ലാംഗ്വേജിലായിരിക്കും അവർ സംസാരിക്കുന്നത്. ചിലപ്പോ അത് മറ്റുള്ളവർക്ക് പേഷ്യൻസിനും അവരുടെ ഫാമിലീസിനൊക്കെ അറിയാൻ പറ്റില്ല. മെഡിക്കൽ ലാംഗ്വേജിലാകുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യണം? ഈ പേഷ്യൻസിന് അറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജിലായിരിക്കണം പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. അവിടെ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു രോഗിയോട് അതെ എന്താണ് ടെസ്റ്റ് റിസൾട്ട് ഇതാണ്, പിന്നെ അസുഖമുണ്ട്, ഇത്ര നാള് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ ഇന്ന അസുഖങ്ങളാണ്, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യണം, അതുപോലെ തന്നെ അഡ്മിറ്റ് ആവണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഡോക്ടേഴ്സ് രോഗികളോട് പറയാറുണ്ട്. ഇനി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് തിരിച്ച് ചോദിക്കും, എന്താണ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായത്, അതൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായ കാര്യങ്ങള് അവര് പറയും ഡോക്ടറിനോട്. ഡോക്ടർ എന്താണോ പറഞ്ഞത് അത് എന്താണ് അവർക്ക് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോ തിരിച്ച് ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കും. ഇന്ന കാര്യങ്ങള് എത്ര മാസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇന്ന ഡയറ്റ് പ്ലാൻ ആണ് കീപ്പ് ചെയ്യേണ്ടത് പറഞ്ഞു അല്ലെ, ഇന്ന ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മൾ പോകേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവര് തിരിച്ചു പറയും. ഇനി അത് ഡോക്ടർ എന്ത് ചെയ്യും? അത് ഡോക്ടർ അത് കേട്ടിട്ട് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ് അവർക്ക് മനസ്സിലായില്ല, നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ചില ഡോക്ടേഴ്സ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോ ചിലപ്പോ രോഗികൾക്കൊന്നും മനസ്സിലാവില്ല. ഡോക്ടർ എന്തിട്ടാണോ ഈ പറഞ്ഞത്, കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയാറുണ്ട് ചിലവര്. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചു പറയിപ്പിക്കുന്നത്. അതാണ് ടീച്ച് ബാക്ക് മെത്തേഡ്. ഡോക്ടർ പറഞ്ഞു കൊടുത്ത് രോഗികൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വീണ്ടും ഡോക്ടറോട് തിരിച്ചു പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? വീണ്ടും അവർക്ക് ഓരോ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കും. അതാണ് ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ തന്റെ രോഗത്തെ കുറിച്ചും മരുന്നിന്റെ കഴിക്കേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ചും അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലെ. നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കൺഫ്യൂഷൻ കുറയും. അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, ഒരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ സാധ്യമാണ്. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോ ഒരു അറ്റാക്ക് വന്ന പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പോ
എന്തോരം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് നമ്മളോട് ചിലപ്പോൾ പറഞ്ഞാലും മനസ്സിലാവില്ല. ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ഡോക്ടേഴ്സ് ആൻജിയോഗ്രാം ചെയ്തുകൊണ്ട് ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു, ഫാമിലീസിനെയോ അല്ലെങ്കിൽ പേഷ്യൻസിനെയോ വിളിച്ച് കാണിച്ചു കൊടുക്കും അല്ലെ, ഇത്ര ഇന്ന ബ്ലോക്ക് ഉണ്ട്, ഫുൾ ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ ഇത്ര ബ്ലോക്ക് ആണ്, 2 ബ്ലോക്കോ അല്ലെങ്കിൽ 1 ബ്ലോക്കോ ആണെങ്കിൽ സ്റ്റേറ്റ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഫുൾ ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓപ്പൺ സർജറി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കി നമ്മൾക്ക് പറഞ്ഞു തരുമ്പോ രോഗിക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഡോക്ടർ പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഓരോ കാര്യങ്ങളും ആ സ്ക്രീനിൽ നോക്കി കാണിക്കുമ്പോൾ കൂടുതലായിട്ടും അവരുടെ ഫാമിലീസിനായാലും രോഗികൾക്കായാലും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവയർനെസ് രോഗികൾക്ക് കിട്ടുന്നതിലൂടെ മറ്റൊരാള് പറയുന്നതിനെക്കാട്ടി കൂടുതൽ അവരെന്താണ് കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഈ രോഗികളും തമ്മിലൊരു അവരുടെ ഒരു ആരോഗ്യ പങ്കാളികളായിട്ട് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ പേഷ്യൻസ് മാറുന്നുണ്ട്. ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു അവയർനെസ് കിട്ടുന്നതിലൂടെ മറ്റൊരാള് പറയുന്നതിലും പകരം അവർക്ക് തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ അവരുടെ ആരോഗ്യ പങ്കാളികളായിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആയോ? ഈ 3 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഡെവലപ്പ് റാപ്പോർട്ട്, മേക്ക് ഇറ്റ് പേഴ്സണൽ, എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് പോയിന്റ് ആണ് ensure cleanliness. No patient need to receive care in a situation that does not feel safe and sanitary. Practicing sanitation in all areas of the institution, from waiting room to the physician's office, help safeguard patients and put them at ease. ഇവിടെ പറയുന്നത് എന്താണ്? എൻഷുർ അല്ലെ, ക്ലീൻലിനെസ് ഉറപ്പുവരുത്തുക. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ വൃത്തിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അല്ലെങ്കിൽ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് അവിടേക്ക് പോവാനായിട്ട് അവര് വിസമ്മതിക്കും അല്ലെ, സമ്മതിക്കില്ല അല്ലെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല ഇല്ലേ? അവർക്ക് എന്താണ്, വൃത്തിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ടോയ്ലറ്റ്സ് ഒക്കെ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടുള്ള, ഇപ്പോഴുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ സൂപ്പറായിട്ട് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പണ്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആരും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടില്ലായിരുന്നില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോ അവർക്ക് എന്താണ്, ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പേഷ്യൻസ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ. അതുപോലെ തന്നെ അവർക്ക് ഒരു സേഫ്റ്റി ഇല്ല. അങ്ങനെയൊക്കെ അത് ആയതുകൊണ്ട് തന്നെ അവരാരും അങ്ങോട്ടേക്ക് പോവാനായിട്ട് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് ഇഷ്ടപ്പെടില്ല അല്ലെ. അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂം തൊട്ട് ഫിസിഷ്യൻസ് റൂം വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, പേഷ്യൻസിന്റെ അസുഖങ്ങൾ സുഖപ്പെടാനായിട്ടും സെക്യൂരിറ്റി, അവരുടെ സേഫ്റ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് എൻഷുർ ക്ലീൻലിനെസ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. When it comes to improve their patients' experience, upgrading updated internal systems is important. Even small update to appointment scheduling platforms, waiting rooms, signage and systems, and the nurse call button can have a significant influence on patient satisfaction. Okay. ഇനി എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് സിസ്റ്റംസ്, കാലാഹരണപ്പെട്ട സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, പലപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകളിലും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റൽസും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓക്കെ, അപ്പൊ പല പ്രോബ്ലംസിലും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് തോന്നുന്നു അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ എന്താണ്, ഇങ്ങനെയുള്ള ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്ത പല ഹോസ്പിറ്റലും ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഹോസ്പിറ്റൽസും ഇപ്പോ അപ്ഗ്രേഡ് ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ആ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോ ഇന്നത്തെ കാലത്ത് പല എന്താ പറയാ ആളുകളും എന്താണ്, ഓൺലൈൻ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. പല പേഷ്യൻസ് ആയാലും മറ്റു ആളുകളായിട്ടുണ്ടെങ്കിൽ നമ്മള് പോലെ തന്നെ നമ്മളായിട്ടുണ്ടെങ്കിലും എന്താണ്, ഓൺലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനം യൂസ് ചെയ്യുന്ന, ഓൺലൈൻ സംവിധാനം ഇല്ലാത്തൊരു ജീവിതമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ആളുകൾ. അപ്പോ ഇങ്ങനെയുള്ള അപ്ഗ്രേഡ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഇംപ്രൂവ് ചെയ്യാത്ത ഹോസ്പിറ്റൽ ആരും പോവാനായിട്ട് ഇഷ്ടപ്പെടില്ല. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്, കാലത്തിനോടനുബന്ധിച്ച് നമ്മളും ഓരോ മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള അപ്ഡേഷൻസ് ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പല സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിക്കുന്നത് വഴി എന്താണ്, നമുക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ടൈം ഒക്കെ കുറയ്ക്കാൻ പറ്റും, ബില്ലിംഗ് ഒക്കെ പേഷ്യൻസിന് തന്നെ അടയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകളൊക്കെ പേഷ്യൻസിന് തന്നെ എടുക്കാം, പേഷ്യൻസിന് തന്നെ ഷെഡ്യൂൾ ചെയ്യാം. അപ്പൊ എന്താണ്, പല ടൈമുകൾ കുറയ്ക്കാനായിട്ട് വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ
എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫിന്റെ അവരുടെ വർക്കുകൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ പണ്ടുള്ള കാലങ്ങൾ എങ്ങനെയായിരുന്നു, ബുക്ക് ചെയ്ത് കൊടുക്കണം, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഈ പേഷ്യൻസിന് ഇവര് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പൊ അവരുടെ ടൈം കുറെ ആവുന്നുണ്ട്. അതിനോട് കൂടിയിട്ട് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പൊ ടൈം ആകുന്നുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യത്തില് ഈ പേഷ്യൻസ് തന്നെ കുറെ കൂടി ഓൺലൈൻ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ വർക്കുകൾ, മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വർക്കുകൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ടും പേഷ്യൻസിന്റെ കൂടെ ഉള്ള ടൈം പേഷ്യൻസിന്റെ കൂടെ ഇരുന്നുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ അപ്ഗ്രേഡ് ആവാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ബി പഞ്ച്വൽ. എന്താണ്, സമയനിഷ്ഠ പാലിക്കണം അല്ലെ. നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ എവിടെ പോയാലും ചിലവരെന്താണ് ഒരു 5 മിനിറ്റ് വൈകി വരുള്ളൂ അല്ലെ. ഇപ്പൊ എവിടെ പോണെങ്കിലും ചിലപ്പോ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് പോലെ എന്തെങ്കിലും എവിടേക്കൊക്കെ പോണെങ്കിലും ചിലവർ നമ്മളിങ്ങനെ കാത്തു കിട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ഇല്ലേ. അപ്പൊ പറയാറുണ്ടോ, അവൻ സ്ഥിരം കണക്കാണ്, വരാനായിട്ട് വൈകും, അല്ലെങ്കിൽ സ്ഥിരമുള്ളതാണ്, അവനാണ് നമ്മളുടെ ഏറ്റവും എന്താ പറയാ എവിടെ പോയാലും വൈകുന്ന ആളെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ പഞ്ച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയനിഷ്ഠ പാലിക്കുക. കൃത്യസമയത്ത്, അല്ലെങ്കിൽ 10 മണി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9:50 ആവുമ്പോ അല്ലെങ്കിൽ 9:55 ആവുമ്പോ കൃത്യസമയത്തോട് കൂടിയിട്ട് നമ്മൾ അവിടെ എത്താനായിട്ട് ശ്രമിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഒരു റെസ്പെക്ട് കിട്ടുള്ളൂ എവിടെ ആയാലും. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നത് നോക്കിയേ, പഞ്ച്വാലിറ്റി റിവീൽസ് എ പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ എ പേഷ്യൻസ് ബിസി ഷെഡ്യൂൾ. If an organization find it difficult to see patients in a timely manner, they may require to examine their scheduling process and or staffing needs. ഇവിടെ പറയുന്നത് എന്താണ്, പഞ്ച്വാലിറ്റി, സമയനിഷ്ഠ പാലിക്കുക അല്ലെ. ഡോക്ടേഴ്സ് കൃത്യസമയത്ത് വന്നില്ല, അല്ലെങ്കിൽ എന്താണ് 5 മിനിറ്റ് നേരത്തെ ഒപിയില് എത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്താണ് അവർക്ക് ആ ഡോക്ടർ 10 മണിക്ക് വരും, അപ്പൊ ഒരു 9:55 ആകുമ്പോൾ ഡോക്ടർ ഒപിയിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. ആ ഡോക്ടേഴ്സിനോട് ഒരു റെസ്പെക്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇല്ലേ. ഇനി മറ്റു അതർവൈസ് ആണെങ്കിലോ, ഇപ്പൊ ഒരു എന്താ സർജറി ഉണ്ടായി, ഡോക്ടർ 10 മണിക്ക് എത്തുന്നു പറഞ്ഞു, ഡോക്ടർ വന്നത് ഒരു 11 മണിക്കാണ്. അപ്പൊ അവിടെ എന്താണ് പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കണേന് ഒരു എന്താണ് 1 മണിക്കൂർ വരെ വൈകി അല്ലെ. അപ്പൊ എന്താണ് പേഷ്യൻസിന് മുഷിച്ചില് വരും, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഡിക്രീസ് ആവും അല്ലെ. അങ്ങനെ ഒരു ചിലപ്പോൾ ദേഷ്യം വരാം, ചിലരോട് കയർത്ത് സംസാരിക്കാൻ തോന്നുക അല്ലെ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സാറ്റിസ്ഫാക്ഷനിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്, അതുപോലെ തന്നെ ആന്റിഫേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ദേഷ്യപ്പെട്ട് സംസാരിക്കാം അല്ലെ. അപ്പൊ ഡോക്ടർ എന്താണ് വൈകുന്നത് എന്നുള്ളത് ഇവരോട് പറയുകയാണെങ്കിൽ അവരെന്താണ് ആംഗ്രി ആവാതെ ചിലപ്പോ ഒരു കൂളായിട്ട് ഇരിക്കാം അല്ലെ. സർജറി ഉണ്ടായിരുന്നു, സർജറി ഇപ്പോ ഒരു ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് വരാൻ വൈകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ സർജറി ഇപ്പൊ ഡോക്ടർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സർജറി ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അപ്പോയിന്റ്മെന്റ്സുകൾ നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് നോക്കിയിട്ട് സർജറി അത് നമുക്ക് ഉള്ളത് അറിയാലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ കുഴപ്പമുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ആളുകൾ ഇങ്ങനെ ഇരുന്ന് വളരെ മുഷിച്ചിലാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, സെറ്റ് എക്സ്പെക്ടേഷൻസ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ ഹെൽപ്പ് സെറ്റ് ഹോപ്പ് ബൈ കീപ്പിംഗ് ഓൾ ദി ഇൻഫർമേഷൻ ഓൺ ദെയർ വെബ്സൈറ്റ്, പേഷ്യന്റ് പോർട്ടൽ and printed collateral up to date always, including an FAQ sections on printed and digital material that direct how the refilled prescriptions, receiver care after hours and schedule appointment also plays a vital role in aligning patients hope with their experience. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് എക്സ്പെക്ടേഷൻസ് അല്ലെ, അവരുടെ പ്രതീക്ഷകള് അല്ലെ.
ഇപ്പോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവരായിരിക്കണം. അതായത് ഇപ്പോ എന്താണ് ഇപ്പൊ പല വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പോർട്ടൽ ഉണ്ടാവും, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കുന്ന ചികിത്സ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ പല വെബ്സൈറ്റിലൂടെയൊക്കെ ഹോസ്പിറ്റൽ വെബ്സൈറ്റിലൂടെ നമുക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് അവരുടെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ FAQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്രീക്വന്റ്ലി എഴുതിയെടുക്കാം കേട്ടോ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, frequently asked questions. Okay. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നു, അതുപോലെ തന്നെ ഇപ്പോ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് 3 ഡേയ്സിനുള്ളിൽ നമ്മള് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 ഡേയ്സിനുള്ളിൽ അവർ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് ഹെൽത്ത് കണ്ടീഷൻ, ബെറ്റർ ആയോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. അപ്പൊ എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആ ഹോസ്പിറ്റലുമായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് പേഷ്യൻസ്. അങ്ങനെയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, അവർ വീണ്ടും നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല എന്താണ് ഓൺലൈൻ ഫീഡ്ബാക്കുകൾ എടുക്കുന്നത് വഴി എന്താണ് നമുക്ക് പേഷ്യൻസിന് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അവരുടെ ഫീലിങ്സ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെയൊക്കെ ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഡോക്ടേഴ്സ് ഇപ്പോ നമ്മുടെ കയ്യിൽ തരില്ല. ചില ഹോസ്പിറ്റലിലൊക്കെ എന്താണ് കമ്പ്യൂട്ടേഴ്സിലൂടെ മരുന്നുകൾ നമ്മുടെ രോഗിയെ പരിശോധിക്കും, എന്നിട്ട് മരുന്നുകൾ എന്താണോ വേണ്ടത് അത് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്തിട്ട് നേരിട്ട് എവിടേക്ക് പോകും, ആ മരുന്നുകള് ഫാർമസിയിലോട്ട് പോകും. അപ്പൊ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് കിട്ടും. അങ്ങനെയാണ് ചില ഹോസ്പിറ്റലുകളിൽ എനിക്ക് എക്സ്പീരിയൻസസ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ണ് കാണിക്കാൻ പോയപ്പോ കണ്ണ് എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് ഭയങ്കര കണ്ണിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ കുരു വരും, ഒന്ന് മറവ് ഒന്ന്, അപ്പൊ ഒരു കണ്ണിൽ തന്നെ ചിലപ്പോ 2 കുരുക്കള് അങ്ങനെ 3 കുരുക്കള്, അപ്പൊ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് ഷോർട്ട് സൈറ്റ് ആണ് അതാണ് അങ്ങനെ കണ്ണിന് സ്ട്രെസ് കൊടുത്തിട്ടാണ് അങ്ങനെ കുരു വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഡോക്ടർ മരുന്ന് എഴുതി. അപ്പൊ ഞാൻ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ തരുമല്ലോ നമുക്ക് മരുന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫാർമസിയിൽ പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറിപ്പെട്ട് തരും. അപ്പൊ അത് നോക്കി നിൽക്കുന്ന ടൈമില് ഡോക്ടർ പറഞ്ഞു ഫാർമസിക്ക് പോയിക്കോളൂട്ടോ, അവിടെ നിന്നാണ് മരുന്ന് കിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എവിടെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ആളിങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു നല്ല പേര് കാര്യങ്ങളൊക്കെ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ മരുന്നുകൾ അടിച്ചു കൊടുത്തിട്ട് നേരിട്ട് എന്താണ് ഫാർമസിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഫാർമസി സിസ്റ്റം വഴി മരുന്നുകൾ എടുക്കുന്നു. അപ്പൊ എന്താണ് പെട്ടെന്ന് തന്നെ മരുന്നുകൾ റിവേഴ്സ് ഉണ്ടാവില്ല. ചിലവർക്ക് എന്താണ് ഈ പ്രിസ്ക്രിപ്ഷനിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് വായിക്കാനായിട്ട് പറ്റില്ല, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. ചില ഡോക്ടേഴ്സ്മാരുടെ എഴുത്തൊക്കെ നമുക്ക് അറിയാലോ, നമുക്ക് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ മരുന്ന് മാറ്റിത്തരാം, അങ്ങനെ പല സാധ്യതകളും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ബയാസ് ഉണ്ടാവില്ല, തെറ്റുകൾ വരില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് ഈ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇനി നെക്സ്റ്റ് ആണ് ഗോ ഡിജിറ്റൽ എന്ന് പറയുന്നത്. നോക്കാം. Hospitals can do just about anything with a few taps on your phones, from paying our bills to booking a vaccination. Digitalizing your practice can generate proficiencies for your staff and patients that make it better and everyone's experience. The right software allows to digitize every step of the patient's journey,
from booking an appointment to paying their dedicatable. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഫോർ ഡിജിറ്റൽ എന്താണ് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ടെക്നോളജീസും ഡിജിറ്റൽ വൈസ് ആകുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? കൂടുതൽ ടൈം എടുക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ സംവിധാനം ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഡോക്ടേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ നമുക്ക് അങ്ങ് പോകാൻ പറ്റില്ല എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അപ്പൊ അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെയും ബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ബില്ലുകൾ സെറ്റിൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും വാക്സിനേഷൻസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു വേർഡിന്റെ മീനിങ്ങോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ ക്രോമിൽ പോയിട്ട് അവിടെ പോയിട്ട് സെർച്ച് ചെയ്യും. അപ്പൊ എന്താണ് ഡിജിറ്റൽ ആകുമ്പോൾ എല്ലാം അതിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടും അല്ലെ? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഞാൻ പറയുന്നത്. എന്താണ് എല്ലാ കാര്യങ്ങളും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ പല ബെനിഫിറ്റ്സുകളും പേഷ്യൻസിനുണ്ട്. ബില്ലുകൾ അടയ്ക്കാൻ പറ്റും, വാക്സിനേഷൻസ് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ ഈ ഡോക്ടറെ നമുക്ക് രജിസ്റ്റർ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് പറ്റും. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ ഏത് മന്ത് വേണം അല്ലെങ്കിൽ ഏത് വീക്ക് വേണം, ഏത് ഡേ വേണം, ഏത് ഡോക്ടറെ വേണം അല്ലെങ്കിൽ എപ്പോ വേണം നമ്മൾ നോക്കാനായിട്ട് അല്ലെങ്കിൽ കാണാൻ പോവാനായിട്ട്, അപ്പൊ ഏത് ടൈമില് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനം യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഒരു 3 പോയിന്റും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും. ഓക്കെ, വായിച്ചു നോക്കി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോ അന്നു എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ വായിച്ചു പോകണം കേട്ടോ. ഇപ്പോഴേ തുടങ്ങിയ റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.